പറഞ്ഞതുപോലെ അതോ വീട്ടമ്മയെ ഈ തരത്തിൽ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുകയോ ബലാത്സംഗം ചെയ്ത കേസുകൾ സംഭവമുണ്ട്. അത് പൊതുസമൂഹത്തിൽ വരാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ പറയാൻ പറ്റില്ല. പക്ഷേ പാർട്ടിയുടെ ഉള്ളറകളിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അതാണ്. അത് അവർ പ്രസിദ്ധപ്പെടുത്തിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതുവരെ അവർ ഇപ്പോൾ ഇദ്ദേഹം പുറത്തു പോയിട്ടില്ല, അവർ ഇതുവരെ വെളിപ്പെടുത്തിയില്ല. അതാണ് ഈ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരിക്കും അല്ലെ ഇത്ര ഇരയുടെ ചിത്രവും അദ്ദേഹം പല രീതിയിൽ പുറത്തുവിട്ടത്. തീർച്ചയായും. അതായത് ഈ കുട്ടിയെ അവമാനിക്കുക അവർ ആദ്യമേ തീരുമാനിച്ചതാണ്. ഈ ടീമുകളെല്ലാം കൂടെ തീരുമാനിച്ചത് ആദ്യം ഈ കുട്ടിയെ അങ്ങ് അവമാനിക്കുക. കാരണം അവൾ വിവാഹം കഴിച്ചവളാണ്, അവൾ ഈ പറഞ്ഞതുപോലെ അവളും കൂടെ ഇതിൽ പങ്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് വിളിപ്പിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശം. ഇവർ പരാതി കൊടുക്കുന്നവർ തീരെ പ്രതീക്ഷിച്ചില്ല, കംപ്ലൈന്റ് ഒന്നും ഒരിക്കലും കരുതിയില്ല. പരാതി വന്നപ്പോഴാണ് അവർ പെട്ടുപോയത്. അപ്പോൾ നിലവിലുള്ള നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് ഒരു സ്ത്രീ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി അന്വേഷിക്കേണ്ടി വരും. അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള തെളിവുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കേസെടുക്കും. കേസെടുത്തു കഴിഞ്ഞാൽ കോടതി ചെല്ലും. കോടതി ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്യുന്ന കോടതിയിൽ നടക്രമങ്ങൾ നടക്കും. ഇതിൽ നിന്ന് ആർക്കും മോചിതരാകാൻ പറ്റില്ല. ഈ ഒരു തിരിച്ചറിവ് സന്ദീപ് വാര്യർക്ക് ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് രാഹുൽ ഈശ്വർ അകത്തായ സ്ഥിതിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ അറസ്റ്റ് ചെയ്ത് രക്ഷപ്പെടണം. അപ്പോൾ ഈ ഒരു ഗ്യാങ്ങിലേക്ക്, നേരത്തെ പറഞ്ഞ ഗ്യാങ്ങിലേക്ക് ഈ സന്ദീപ് വാര്യരും കൂടി പെടുകയാണെന്ന് മനസ്സിലാക്കാൻ. ഇനി നമ്മൾ കുറച്ച് ദിവസം മുമ്പുള്ള അറസ്റ്റ്, ഈ ഒളിച്ചോടുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന് ചില സ്റ്റേറ്റ്മെന്റുകളുണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.